Hi guys, welcome back to my channel. I hope you all are doing well. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്സുമായിട്ടാണ്. വാസ്ലിൻ അഥവാ പെട്രോളിയം ജെല്ലി എങ്ങനെ യൂസ് ചെയ്യുക, അതിനെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്. ഇതാണ് പെട്രോളിയം ജെല്ലി അഥവാ വാസ്ലിൻ. ഇത് നല്ലൊരു മോയ്സ്ചർ കൊടുക്കുന്ന, ഇത് കൊണ്ടുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരുടെ വീട്ടിൽ കാണുന്നതുമാണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന് ലോട്ട്സ് ഓഫ് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരു യൂസ് ഞാൻ ആദ്യം തന്നെ എൻ്റെ കയ്യിലിട്ട് നോക്കാവേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഡീപ്പ് മോയ്സ്ചറാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ന്യൂ ഷൂ ഒക്കെ വാങ്ങിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ചപ്പൽസ് എന്തായാലും അത് കട്ടാകാറുണ്ടല്ലേ, അത് ഒത്തിരി സാധാരണയാണല്ലേ, എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം ന്യൂ ഷൂ എല്ലാം വാങ്ങിച്ച് കട്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഫീറ്റിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതുപോലെ ഒന്ന് വാസ്ലിൻ ഇട്ടിട്ട് ബാൻഡേജ് ഇടാം. അപ്പോൾ അത് നല്ല നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും അതിൽ നിങ്ങൾക്ക് നല്ല ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ന്യൂ ഷൂ വാങ്ങിച്ചാൽ കട്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ, കടിക്കുന്നു പറയുമല്ലോ നമ്മളല്ലേ, സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ന്യൂ ഷൂ നിങ്ങൾ ഇടുന്ന ഫസ്റ്റ് ഡേ തന്നെ ആ ഷൂവിലെ ഇൻസൈഡ് ഉണ്ടല്ലോ, എവിടെയാണ് ഫീറ്റ് കടിക്കുന്ന ഭാഗത്ത് അവിടെ ഈ വാസ്ലിൻ ഇടുക. എന്നിട്ട് നിങ്ങൾ ഇട്ടിട്ട് വെക്കുള്ളൂ. പിന്നെ അതിനെപ്പറ്റി ഒരു കട്ടും നിങ്ങൾക്ക് സ്കിന്നിൽ ഉണ്ടാകത്തില്ല. വാസ്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾക്ക് ഈ കോൾഡെല്ലാം ഉണ്ടാകുമല്ലോ, ഈ കോൾഡ് വന്ന് നമ്മളെപ്പോഴും തുമ്മല്ലേ, തുമ്മിയപ്പോൾ നമുക്ക് ഈ നോസിൻ്റെ സൈഡിൽ ഒത്തിരി റെഡ് ആകാറുണ്ട്, ഒത്തിരി സെൻസിറ്റീവായിട്ട് ഒത്തിരി റെഡ്നെസ് ആയിട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് വാസ്ലിൻ ഇട്ടിട്ട് ബോത്ത് സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് ലീവ് ചെയ്തേരെ. അത് നല്ലപോലെ അത് സെൻസിറ്റീവ് റെഡ്നെസ് എല്ലാം പോകും. ഇതിൻ്റെ അടുത്ത യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇപ്പോൾ വീട്ടിലും പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ വലിയ ഔട്ട് സൈഡ് വർക്ക് എന്തിനും പോകുമ്പോൾ പെട്ടെന്ന് ഫൗണ്ടേഷൻ ഫിനിഷ് ആയി എന്ന് വിചാരിക്കരുത്. എല്ലാവരുടെ കയ്യിലും കാണും, എന്നാലും എന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായത് വിചാരിക്കില്ല. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് പൗഡർ ഉണ്ടല്ലോ, അതൊരു ബൗളിലെടുത്തിട്ട് കുറച്ചൊരു 1 ടീസ്പൂൺ അങ്ങനെ അളവിലെടുത്തിട്ട് കുറച്ച് വാസ്ലിൻ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിലിടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ എഫക്റ്റ് ചെയ്യും. പെർഫ്യൂം ബാം ഇതെങ്ങനെ മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് 20 സെക്കൻഡ് ടൈം മൈക്രോവനിൽ ചൂട് ചെയ്യുക, അതിന് മെൽറ്റാക്കുക. എന്ന ശേഷം അതിൽ ആ മെൽറ്റായ വാസ്ലിനിൽ കുറച്ച് പെർഫ്യൂം, നിങ്ങൾ ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് അത് അതിൽ കുറച്ച് മിക്സ് ചെയ്യുക. എന്ന ശേഷം നിങ്ങളൊരു ചെറിയ ബോട്ടിൽ എന്തെങ്കിലും ആക്കിയിട്ട്, ഒരു ചെറിയ ബൗൾ എന്തെങ്കിലും ആക്കിയിട്ട് അടക്കുള്ള എന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബാഗിൽ അത് വെക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലീസ് ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഹാൻഡ്സും. അത് എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചെടുത്തിട്ട് ഇയേഴ്സിൻ്റെ ഇവിടെ നെക്കിൻ്റെ അവിടെയൊക്കെ ഇട്ടോളൂ. അത് അങ്ങനെ പെർഫ്യൂമിൻ്റെ നല്ല മണമായിരിക്കും ഉള്ളത്. അത് ഒത്തിരി നേരം അത് സ്റ്റേ ചെയ്യും. അതുപോലെ തന്നെ കുറച്ചെടുത്ത് കയ്യിലിപ്പോൾ ഡ്രൈ മോയ്സ്ചർ ഇട്ടു പറഞ്ഞാൽ നല്ല മോയ്സ്ചറുമാണ്, അത് നല്ല മണം. ചിലർ ഐബ്രോസ് ഡ്രോ ചെയ്യല്ലേ, അപ്പോൾ ചെയ്തിട്ട് ഡ്രോ ചെയ്യാത്തവരാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും പോകുമ്പോൾ തെരുവ് തിക്കായിരിക്കും, തിന്നായിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ടച്ച് കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് ഐബ്രോസിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുൾ ഡേ അത് സ്റ്റേ ആയിക്കോളും. ചിലരുടെ അൺഈവൻ ഹെയറും അല്ലെങ്കിൽ ഒത്തിരി സ്റ്റാൻഡ് ആയിട്ടിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില തിക്ക് ഐബ്രോസ് ഉള്ളവരൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ലാസ്റ്റ് ഒരു ടച്ചപ്പ് വാസ്ലിൻ കൊടുത്താൽ നമുക്ക് അതേപോലെ ഷേപ്പിൽ പെൻസിൽ വരച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോ ചെയ്ത് എന്തുണ്ടെങ്കിലും അതേപോലെ നിങ്ങൾക്കത് സ്റ്റേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്കിന്നും അതുപോലെ ഹെയറും എല്ലാം നല്ല സോഫ്റ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കും. ഇപ്പോൾ ഐബ്രോസ് ത്രെഡിങ് ഒക്കെ ചെയ്തു, ത്രെഡിങ്ങോ വാക്സിങ്ങോ എന്ത് വേണേ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ആ ഏരിയ ഉണ്ടല്ലോ റെഡ്നെസ് ആകില്ലേ, അതുപോലത്തെ സ്വെല്ലിങ് ആകാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ അത് സെറ്റ് ആവുന്നതാണ്. പിന്നെ അടുത്ത് യൂസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹെയർ കളറൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ സ്കിന്നിലൊന്നും ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വാസ്ലിൻ എടുത്തിട്ട് ഈ ഫോർഹെഡിൻ്റെ അവിടെയെല്ലാം നല്ലപോലെ ഇട്ടിട്ട് എവിടെയൊക്കെയാണ് ഹെയർ കളർ ഇടുന്നത്, ഇപ്പോൾ ഈ ഇയേഴ്സിൻ്റെ അവിടെ ബാക്ക് സ്കിന്നിലെല്ലാം ഇട്ടാൽ മതി. അപ്പോൾ അത് സ്കിന്നിൽ ഹെയർ കളർ പിടിക്കത്തില്ല. അത് നല്ലൊരു മോയ്സ്ചറായിട്ട് സ്കിന്നിരിക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് നിങ്ങൾക്കത് വൈപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട്, അങ്ങനെ കളർ അവിടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് വൈപ്പ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നെക്സ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് ലിപ് ബാം. അതെങ്ങനെ വീട്ടിൽ മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ വാസ്ലിനിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങളത് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ കളർ ലിപ്സ്റ്റിക് കട്ട് ചെയ്തിട്ട് ആ വാസ്ലിനിൽ മിക്സ് ചെയ്ത് ആ ലിപ്സ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ വാസ്ലിൻ നിങ്ങൾ ലിപ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെയിം കളറ് നല്ല സോഫ്റ്റ് നല്ല മോയ്സ്ചറായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ബാംഗിൾസ് എല്ലാം വാങ്ങിച്ചൊന്ന് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മളെ ബോഡി ചിലപ്പോൾ കൂടും കുറയും അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ കൂടിയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മുമ്പ് യൂസ് ചെയ്ത ബാംഗിൾസ് ഒന്നും ഇടാൻ കിട്ടത്തില്ല. അതുപോലെ റിങ്സ് അല്ലേ? അപ്പോൾ ഇതിലെന്ത് ചെയ്യും, നിങ്ങൾക്ക് റിങ്സ് ആയാലും കയ്യിൽ നിന്ന് ഊരാൻ കിട്ടുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വാസ്ലിൻ ഇട്ടിട്ട് നല്ല ട്രൈ ചെയ്യുക. നല്ലപോലെ സ്മൂത്തായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാംഗിൾസ് ആയാലും അതുപോലെ ഇങ്ങനെ വാസ്ലിൻ ഇട്ടിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് ഈസിലി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾ നൈൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ യൂസ് ചെയ്യുന്നത് ആസിറ്റോൺ അല്ലെങ്കിൽ നൈൽ പോളിഷ് റിമൂവർ വെച്ചിട്ടായിരിക്കും അതെല്ലാം റിമൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിനുശേഷം നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒത്തിരി ഡ്രൈ ആവും നൈൽ പോളിഷ് റിമൂവറിൻ്റെ ഇത് തട്ടിയിട്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് വാസ്ലിൻ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആൻഡ് കിട്ടുന്നതാണ് അവിടെ. എന്ന് പറയുന്നത് ഇപ്പോൾ ഹാൻഡ് ബാഗ് എല്ലാം കുറേ യൂസ് ആകുമ്പോൾ കുറച്ച് കളറെല്ലാം ഡല്ലാവില്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഒരു ടിഷ്യൂവിൽ വാസ്ലിൻ എടുത്തിട്ട് നല്ലപോലെ തുടയ്ക്കുക. അടുത്ത യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്യൂട്ട് കേസിൻ്റെ ഹാൻഡ് ബാഗ് അഥവാ അതിൻ്റെ ജമ്പർ ഇങ്ങനെയുള്ള ഇതൊക്കെ ജിപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ടൈറ്റായിട്ടില്ലേ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്തിരി ആ പ്ലേസിലെല്ലാം വാസ്ലിൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആകുന്നതാണ്. ഫ്രണ്ടിൽ മുടിയെല്ലാം ഫോർഹെഡിൻ്റെ അവിടെയെല്ലാം ഒത്തിരി ബേബി ഹെയർസ് ഒത്തിരി ഉണ്ടാവും. അത് എത്ര സ്പ്രേ അടിച്ചാലും കോം ചെയ്താലും അത് ഒത്തിരി ഒതുങ്ങത്തില്ല അല്ലേ? പിന്നെ സ്റ്റാൻഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ടൂത്ത് ബ്രഷ് എടുത്ത് അതിലിട്ട് കുറച്ച് വാസ്ലിൻ ഇതിവിടെ പുരട്ടിയിട്ട് അതിന് മെല്ലത് ഇങ്ങനെ നല്ല പ്രസ് ചെയ്തിട്ട് നല്ലപോലെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ബോത്ത് സൈഡിലും ബോത്ത് ഫോർഹെഡിലും ഇവിടെ നല്ലപോലെ. അതുപോലെ തന്നെ ഇപ്പം എത്രയായാലും ഇപ്പം ബിഗ് ഹെയർ ഇവിടെ ചെറിയ മുടികളൊന്നും തന്നെ അവിടെ എല്ലാം ഇങ്ങനെ പോകുന്നത്. പിന്നെ നിങ്ങൾക്കത് ഫുൾ ഡേ അതേപോലെ സ്റ്റേ ചെയ്യാവുന്നതാണ്. തന്നെ ചിലവരുടെ ഹെയറൊക്കെ ഒത്തിരി ഫ്രീസി ആയിരിക്കില്ലേ? അപ്പോൾ പൗഡ്സിലേക്ക് പോകുമ്പോൾ എത്രയായാലും അത് സ്പ്രേ അടിച്ചാലും ക്രീം ഇട്ടാലും ഹെയർ സ്പ്രേ എന്തെങ്കിലും ഇട്ടാലും അവർക്കത് ചിലരുടെ ഹെയർ അങ്ങനെയാണ്. ഒന്ന് എല്ലാവരുടെയും ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലപോലെ അത് മുടി ഹെയർ എല്ലാം നല്ലപോലെ ഒതുങ്ങി കിട്ടും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലിപ്സ് എല്ലാം ഇപ്പോൾ വിൻ്ററിലായാലും ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചില്ലെങ്കിൽ വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ അധികം, അതുപോലെ വിൻ്ററിലൊക്കെ നമുക്ക് ഒത്തിരി എല്ലാവർക്കും പറ്റുന്നതാണ് ലിപ്സ് വെത്തുന്ന ഡ്രൈ ആവുന്നതല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ഷുഗർ എടുത്തിട്ട് വാസ്ലിൻ അതിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ലിപ്സിൽ ഒന്ന് റബ്ബ് ചെയ്യുക. അപ്പോൾ എന്താകും, അത് ആ ഡെഡ് സ്കിന്നും പോകും. അതുപോലെ അവിടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു മോയ്സ്ചറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈനെസ് പിന്നെ കാണത്തില്ല. I hope you all are enjoy this video. If you like this video, sure to like, share and subscribe. Okay, bye bye.